പ്രധാന വാർത്തകൾ. ലൈസൻസ് പുതുക്കണമെന്ന ബാർ ഉടമകളുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. മദ്യലഭ്യത കുറയ്ക്കാനുള്ള സർക്കാരിന്റെ ശ്രമം പ്രശംസനീയമെന്നും കോടതി. നിലവാരമില്ലാത്തതിന്റെ പേരിൽ ബാറുകൾ അടച്ചുപൂട്ടിയതിൽ പത്തനംതിട്ടയിൽ 2500 പേർക്ക് തൊഴിൽ നഷ്ടം. മോട്ടോർ വാഹനങ്ങളുടെ നികുതി വർദ്ധിപ്പിച്ചത് വാഹന ഉടമകൾക്കും തൊഴിലാളികൾക്കും കനത്ത ആഘാതമാകുന്നു. പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള റാന്നി അങ്ങാടി ആയുർവേദ ആശുപത്രി പ്രതിസന്ധിയിൽ. കിടത്തി ചികിത്സ വേണമെന്നുള്ള ആവശ്യം ശക്തമാകുന്നു. വാർത്തകൾ വിശദമായി. ലൈസൻസ് പുതുക്കണമെന്ന ബാർ ഉടമകളുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. സർക്കാർ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം കോടതി നിരാകരിച്ചു. ഇതോടെ 418 ലൈസൻസ് റദ്ദാക്കിയ നടപടി തുടരും. മദ്യലഭ്യത കുറയ്ക്കാനുള്ള സർക്കാരിന്റെ ഇടപെടൽ പ്രശംസനീയമാണെന്നും കോടതി പറഞ്ഞു. ബാർ ലൈസൻസുമായി ബന്ധപ്പെട്ട് 54 കേസുകളാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചത്. AGക്ക് അസൗകര്യമുള്ളതിനാൽ ബാർ ലൈസൻസ് പുതുക്കി നൽകാൻ സംബന്ധിച്ച കേസ് മാറ്റിവെക്കണമെന്ന സർക്കാർ ആവശ്യം നേരത്തെ കോടതി തള്ളിയിരുന്നു. ഹൈക്കോടതി അഭിഭാഷകൻ വീട്ടിലെത്തി അബ്കാരി കേസിനെ കുറിച്ച് സംസാരിച്ചതിന്റെ പേരിൽ ജസ്റ്റിസ് CT രവികുമാർ പിന്മാറിയിരുന്നു. തുടർന്നാണ് ജസ്റ്റിസ് ചിദംബരേശ്വരന്റെ ബെഞ്ച് കേസുകൾ പരിഗണിച്ചത്. മുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റും തമ്മിലുള്ള തർക്കം സംസ്ഥാനത്ത് ഭരണഘടനാ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചു. ഭരണത്തിന്റെ നിയന്ത്രണം ഇന്ദിരാഭവനിലേക്ക് മാറി. ഇതാണ് ബാർ ലൈസൻസ് വിഷയത്തിൽ കാണുന്നത്. മുമ്പ് ബാറുകൾക്ക് ലൈസൻസ് നൽകിയതിലെ അഴിമതിയും ജഡ്ജിയെ സ്വാധീനിക്കാൻ അഭിഭാഷകൻ ശ്രമിച്ചതും ജുഡീഷ്യൽ അന്വേഷണത്തിന് വിധേയമാക്കണം. മുഖ്യമന്ത്രിക്കാണോ KPCC പ്രസിഡന്റിനാണോ മൂപ്പ് എന്ന കാര്യത്തിലുള്ള തർക്കമാണ് നടക്കുന്നത്. SNDP യോഗം യൂത്ത് മൂവ്മെന്റ് റാന്നി യൂണിയൻ സംഗമം മെയ് 1 നടക്കും. യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. യൂണിയൻ പ്രസിഡന്റ് K വസന്തകുമാർ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ സെക്രട്ടറി PN സന്തോഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തും. ഇടവേള. സാറിനും ലോട്ടറിയോ? കേരള ഭാഗ്യക്കുറി എടുക്കാനുള്ള മനസ്സാണ് ഏറ്റവും വലിയ ഭാഗ്യം കൊണ്ടുവരുന്നത്. അതെ, ഇതുവഴി ഞാൻ അയാളുടെ അധ്വാനത്തെയാണ് ബഹുമാനിക്കുന്നത്. കേരള സംസ്ഥാന ഭാഗ്യക്കുറി ഉത്തരവാദിത്വത്തിന്റെ ഉറപ്പുചീട്ട്. വിശ്വസ്തം, സുതാര്യം, ജനകീയം. വാർത്തകൾ തുടരുന്നു. നിലവാരമില്ലാത്തതിന്റെ പേരിൽ സംസ്ഥാനത്ത് ബാറുകൾ അടച്ചുപൂട്ടിയതിനെ തുടർന്ന് ജില്ലയിൽ 2500-ലേറെ പേർക്ക് തൊഴിൽ നഷ്ടമായി. പൂട്ടിയ ബാറുകൾ തുറക്കുമെന്ന പ്രതീക്ഷയിൽ ജോലിയിൽ തിരികെ കയറാൻ കാത്തിരിക്കുകയാണ് ഇവർ. നിലവാരമില്ലാത്തതിന്റെ പേരിൽ പത്തനംതിട്ട ജില്ലയിൽ 16 ബാറുകളാണ് പൂട്ടിയത്. ഒരു ബാറിൽ മാനേജർ മുതൽ സ്വീപ്പർമാർ വരെ 210ഓളം തൊഴിലാളികളുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഏപ്രിൽ 1 ബാറുകൾ പൂട്ടിയത് തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാതെയായിരുന്നു. 10 വർഷം മുമ്പ് തയ്യാറാക്കിയ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ യാതൊരുവിധ പരിശോധനയും നടത്താതെയാണ് ബാറുകൾ അടച്ചുപൂട്ടിയതെന്ന ആക്ഷേപവുമുണ്ട്. മാനദണ്ഡങ്ങൾ പാലിച്ച് പ്രവർത്തിച്ചവയാണ് അടച്ചുപൂട്ടിയ ബാറുകളെന്ന് CITU ആരോപിച്ചു. തൊഴിൽ നഷ്ടപ്പെട്ട ബാർ തൊഴിലാളികളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് CITU സമരത്തിനൊരുങ്ങുകയാണ്. ഈ മാസം 29-ന് പത്തനംതിട്ട മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും. തുടർന്ന് ജില്ലയിലെ ബിവറേജസ് കോർപ്പറേഷൻ ഗോഡൌണുകളും ചില്ലറ വിൽപ്പനശാലകളും ഉപരോധിക്കും. സിറ്റി ന്യൂസ്, റാന്നി. ഏപ്രിൽ 26 ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ റാന്നി ഇട്ടിയപ്പാറ മൊബൈൽ വേൾഡിൽ വെച്ച് BSNL മേള നടക്കും. പുതിയ മൊബൈൽ കണക്ഷൻ എടുക്കുന്നതിനും മറ്റു കമ്പനികളിലെ നമ്പർ മാറാതെ BSNLലേക്ക് മാറ്റുന്നതിനും മേളയിൽ അവസരമുണ്ടായിരിക്കും. താല്പര്യമുള്ളവർക്ക് തിരിച്ചറിയൽ കാർഡും ഫോട്ടോയുമായി മേള സന്ദർശിക്കാവുന്നതാണ്. കാന്താരിമുളക് ഉടച്ചതും പഴങ്കഞ്ഞിയും ഉണ്ടെങ്കിൽ പ്രാതൽ കുശാൽ എന്ന് പറഞ്ഞിരുന്ന നാടാണ് കേരളം. എന്നാൽ ഇന്ന് വിപണിയിൽ കുരുമുളകിന്റെ വിലയെയും കടത്തിവെട്ടി കിലോയ്ക്ക് 800 രൂപയിൽ എത്തി നിൽക്കുകയാണ് കാന്താരിമുളകിന്റെ വില. വിലയുടെ കാര്യത്തിൽ എക്കാലത്തും മുന്നിലുണ്ടായിരുന്ന കറുത്ത പൊന്നായ കുരുമുളകിനെ ഇത്തവണ കാന്താരിമുളക് കടത്തുവെട്ടിയിരിക്കുകയാണ്. 1 കിലോ കാന്താരിമുളകിന് 800 രൂപയാണ് ഇപ്പോഴത്തെ വില. എന്നാലും വിപണിയിൽ ആവശ്യത്തിന് കാന്താരിമുളക് ലഭിക്കാനുമില്ല. ഇത്തവണ ഏറ്റവും ഉയർന്ന വിലയാണ് കുരുമുളകിന് ലഭിച്ചിരിക്കുന്നത്. 1 കിലോ കുരുമുളകിന് 650 രൂപയാണ് വിപണിയിലെ വില. കാന്താരിമുളക് അടച്ചതും പഴങ്കഞ്ഞിയും ഉണ്ടെങ്കിൽ പ്രാതൽ കുശാൽ എന്ന് പറഞ്ഞിരുന്ന പഴയ മലയാളി തലമുറ ഇന്നില്ല.
കറികൾക്ക് ചേർക്കുവാൻ പച്ചമുളക് അടുക്കളയിൽ ഇല്ലെന്നറിയുമ്പോഴാണ് വീട്ടമ്മമാർ പറമ്പിലെ കാന്താരിമുളക് തേടി പോകുന്നത്. അതും ഇപ്പോൾ പഴങ്കഥ. കൃഷി മുഖ്യ ജീവിതോപാധിയാക്കിയ ഗ്രാമങ്ങളിലെ കർഷക കുടുംബങ്ങളിലാണ് എരിവിന്റെ രാജാവായ കാന്താരിമുളകിനെ ഇപ്പോൾ കണ്ടുമുട്ടുക. പണ്ട് മറ്റു കാർഷിക വിളകൾക്ക് പ്രാണിശല്യം ഏൽക്കാതിരിക്കുവാനാണ് കാന്താരിമുളക് നട്ടുപിടിപ്പിച്ചിരുന്നത്. കാന്താരിമുളകിന്റെ എരിവേറിയ വാസന മൂലം കാർഷിക വിളകൾ തിന്നു നശിപ്പിക്കുവാൻ കീടങ്ങളും പ്രാണികളും എത്തില്ലായിരുന്നു. അക്കാലമൊക്കെ ഇപ്പോൾ പോയി. കണി കാണാൻ പോലും കാന്താരിമുളക് ചെടികൾ നഗരങ്ങളിലില്ല. ഗ്രാമങ്ങളിൽ കാന്താരിമുളക് ഇപ്പോൾ പേരിനു മാത്രമായി. കൊളസ്ട്രോൾ കുറയ്ക്കുവാൻ കാന്താരിമുളകാണ് അത്യുത്തമമെന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞു തുടങ്ങിയതോടെയാണ് ഇപ്പോൾ കാന്താരിമുളകിന് വില കുതിച്ചുകൊണ്ടിരിക്കുന്നത്. കുരുമുളക് വിളഞ്ഞ് പാകമാകുമ്പോൾ പറിച്ച് വെയിലത്തുണക്കി മാസങ്ങളോളം സൂക്ഷിക്കുമ്പോഴാണ് കുരുമുളകിന് വിലയും എരിവും കൂടുന്നത്. എന്നാൽ കാന്താരിമുളകിന് പാകമാകുമ്പോൾ തന്നെ മുന്തിയ വില ലഭിക്കുകയാണ്. കപ്പയും ചേനയും ചേമ്പും കാച്ചിലുമൊക്കെ ഇത്തിരിയുള്ള കാന്താരിമുളകിന്റെ കാര്യത്തിൽ വിലയിൽ തോറ്റു തുന്നം പാടുകയാണ്. റാന്നി എക്സൽ ജുവലറിയിൽ അക്ഷയ തൃതീയ പ്രമാണിച്ച് പുതിയ ആഭരണ ശേഖരം എത്തിയതായി ജുവലറി ഉടമസ്ഥർ അറിയിച്ചു. അക്ഷയ തൃതീയ പ്രമാണിച്ച് പുതിയ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ശേഖരണമാണ് എത്തിയിട്ടുള്ളത്. ഉപഭോക്താക്കളുടെ അഭിരുചിക്ക് അനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ തിരഞ്ഞെടുക്കുവാനുള്ള സൗകര്യം ജുവലറിയിൽ ഉണ്ട്. ഇടവേള. Perfect Diagnostic Center on Main Road, Perumpara, Rani. Branch at Central Junction, Vadasherikara. Quality control by CMC Vellore. Clinical Biochemistry Lab and Clinical Pathology Lab with most modern sophisticated equipments for fast, accurate and reliable results. The executive test package just for rupees 950. Lipid profile and blood sugar just for rupees 300. Perfect lab. Accurate, affordable, fast and impressive services. We trust in Perfect Diagnostic Center. വാർത്തകൾ തുടരുന്നു. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ മോട്ടോർ വാഹനങ്ങളുടെ നികുതി വർദ്ധിപ്പിച്ചത് വാഹന ഉടമകൾക്കും തൊഴിലാളികൾക്കും കനത്ത ആഘാതമേൽപ്പിച്ചിരിക്കുകയാണ്. വർദ്ധിച്ച നികുതി ഭാരം മൂലം ഈ തൊഴിൽ മേഖലയിൽ നിന്ന് പിന്മാറാൻ ഉദ്ദേശിക്കുകയാണ് തൊഴിലാളികൾ. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യുവാൻ മോട്ടോർ വാഹനങ്ങളുടെ നികുതി 500 മുതൽ 1000% വർദ്ധിപ്പിച്ച് 8 വർഷത്തേക്ക് മുൻകൂറായി ഈടാക്കുന്നതിന് സർക്കാർ എടുത്ത തീരുമാനം വാഹന ഉടമകൾക്കും തൊഴിലാളികൾക്കും കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. 1040 രൂപയിൽ നിന്ന് സാധാരണ വാഹനങ്ങൾക്ക് 2000 രൂപയായി നികുതി കുത്തനെ ഉയർത്തി. 7ൽ കൂടുതൽ സീറ്റുള്ള വാഹനങ്ങൾക്ക് 300 രൂപയിൽ നിന്ന് സീറ്റ് ഒന്നിന് 1000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. സാധാരണ ടാക്സികൾക്ക് നിലവിലുള്ള 1040 രൂപയിൽ 8500 രൂപയാക്കി വർദ്ധിപ്പിച്ചു. ടാക്സികൾക്ക് നിലവിലുള്ള 1040 നിന്ന് 8400 രൂപയായും 2 ടൺ ചരക്ക് വാഹനങ്ങൾക്ക് 14000 രൂപയും നികുതി വർദ്ധിപ്പിച്ചത് വിലക്കയറ്റം ഇനിയും വർദ്ധിക്കുവാൻ ഇടയാവും. 20 സീറ്റുള്ള ബസ്സുകൾക്ക് 3 മാസത്തേക്ക് സീറ്റ് ഒന്നിന് 500 നിന്ന് 1000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. ടൂറിസ്റ്റ് ബസ്സുകൾക്ക് സീറ്റ് ഒന്നിന് 750 രൂപയിൽ നിന്ന് 2000 രൂപയാക്കി ഉയർത്തി. 1500 സിസിയും അതിന് മുകളിലുമുള്ള ടൂറിസ്റ്റ് കാറുകളെ ലക്ഷറി ടാക്സി വിഭാഗത്തിൽ ഉൾപ്പെടുത്തി. സാധാരണക്കാരന് യാത്രയ്ക്കും വിവാഹ ആവശ്യത്തിനുമുള്ള ടൂറിസ്റ്റ് ബസ്സുകൾക്ക് ഇതോടെ മിനിമം ചാർജ് 6000 എന്നത് 20000 ആക്കി വർദ്ധിപ്പിച്ചു. ടാക്സി വർധനവ് മൂലം മേഖലയിലെ നൂറുകണക്കിന് ടാക്സി തൊഴിലാളികളും വാഹന ഉടമകളുമാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. വർദ്ധിച്ച നികുതി ഭാരം മൂലം ഈ തൊഴിൽ ഉപേക്ഷിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് തൊഴിലാളികൾ. ഉള്ള ആടിനെയും വിറ്റ് ഉള്ള പെമ്പോണത്തോടെ താലിയും വിറ്റ് ആ പാടൊരു വണ്ടി എടുത്തുകൊണ്ട് വന്ന ആ വണ്ടി എടുത്തുകൊണ്ട് വന്ന് 1040 രൂപ ടാക്സ് കിടന്നോർത്ത് എടുത്തുകൊണ്ട് വന്ന ഇപ്പം നോക്കിയപ്പോഴത്തേക്ക് 12040 രൂപ 12700 രൂപ അടയ്ക്കണം സർക്കാർ പറയുന്നു. ഞങ്ങൾ എങ്ങനെ ജീവിക്കണം? ഞങ്ങൾ ജീവിക്കണം ഈ സർക്കാർ തന്നെ പറയേണ്ടത് ഇൻഷുറൻസ് കൂട്ടി ഞങ്ങൾ ആഴ്ചയിൽ ഒരു ഓട്ടം അങ്ങോട്ട് ഓടിക്കഴിയുമ്പോഴത്തേക്കിനും അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കിനും അന്നേരം ബൈക്കിൽ അവിടെ ചെക്കിങ് യൂണിഫോം അതിന് വേണ്ടേ പെറ്റ് വേറെ ഞങ്ങൾ ആ പാടെ വെറുതെ മുട്ടി ഒരു ഓട്ടം പോലും പോകാൻ മടിക്കുന്നു ഞങ്ങളിപ്പം. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ടാക്സ് വർധന വന്നിട്ട് ഞങ്ങൾ എന്നാ ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. നികുതി വർധനവുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ സമരത്തിന് ഇറങ്ങുവാനാണ് തൊഴിലാളി യൂണിയനുകളുടെ തീരുമാനം. ഇവിടുത്തെ ടാക്സി വാഹനങ്ങൾക്ക് ഈ വർദ്ധിപ്പിച്ച ടാക്സ്
1040 രൂപ അടയ്ക്കാനുള്ള സാഹചര്യത്തിൽ ഒരു വാഹനത്തിന് ഒരു വർഷത്തിൽ 12,500 രൂപ അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടായത് ഇവിടുത്തെ ഒന്നാമത് വാഹനങ്ങൾക്ക് ഓട്ടമില്ല. രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത് ഈ വാഹനം ഓടി ഒരു ഡെയിലി ഇപ്പോൾ വന്നിരിക്കുന്നത് 500 രൂപ വീതമാണ്. ഇവിടെ ഒരാഴ്ചയിൽ 500 രൂപ ഈ ഒരു വാഹനം ഓടുന്നില്ല ഇവിടെ. പിന്നെ ഏത് സാഹചര്യത്തിലാണ് ഇവിടുത്തെ വാഹനങ്ങൾ, ടാക്സി വാഹനങ്ങൾ ഇവിടെ ഓടാനോ ഇവിടെ തൊഴിൽ കൊണ്ടു നടക്കുവാനോ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൂടാതെ ഈ വാഹനങ്ങൾ മുഴുവനും കയറ്റിയിടുക അല്ലാതെ ടാക്സ് അടിച്ച് മുമ്പോട്ട് പോകാൻ ഒരു സാഹചര്യത്തിലും സാധ്യമല്ല. ടാക്സി ഡ്രൈവേഴ്സ് ഞങ്ങൾ ഒന്നടങ്കം സമരവുമായി മുമ്പോട്ട് നീങ്ങുവാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ 12,500 രൂപ ഒരു വർഷത്തിൽ അടച്ച് ഒരു കാരണവശാലും ഞങ്ങൾക്ക് ഈ വാഹനം മുമ്പോട്ട് കൊണ്ടുപോകാനോ ഈ തൊഴിൽ മുമ്പോട്ട് കൊണ്ടുപോകാനോ ഇതുകൊണ്ട് ജീവിക്കുന്ന ജനമാണ് ഈ എരുമേലി സ്റ്റാൻഡിൽ ഇത്രയും വാഹനങ്ങൾ 10-60 വാഹനം ഉണ്ടായിട്ട് ഇന്ന് ടാക്സ് അടയ്ക്കാത്ത വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഈ 1040 രൂപ അടച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ 12,500 രൂപ അടയ്ക്കുന്നത് ഒരു കാരണവശാലും സാധ്യമല്ല. റാന്നി കുറ്റ്യാനി സെന്റ് ഗ്രിഗോറിയോസ് പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹോദായുടെ ഓർമ്മ പെരുന്നാളിന് ഞായറാഴ്ച കൊടിയേറും. വിശുദ്ധ കുർബാനയെ തുടർന്ന് ഫാദർ വർഗീസ് വട്ടമല കൊടിയേറ്റും. തുടർന്ന് 5 കുരിശടിയിലും എല്ലാ ഭവനങ്ങളിലും കൊടിയേറ്റും. പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള റാന്നി അങ്ങാടി ആയുർവേദ ആശുപത്രി അവഗണനയിൽ. എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നുള്ള പണം ഉപയോഗിച്ച് 2 മുറി കെട്ടിടം പണിതെങ്കിലും കിടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യം ഇവിടെയില്ല. 1948 റാന്നി അങ്ങാടി ചെട്ടിമുക്കിൽ ആയുർവേദ ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചത്. 12 വർഷം വരെ വാടക കെട്ടിടത്തിലായിരുന്നു. സ്ഥലം തീരെ കുറവായതിനെ തുടർന്ന് നാട്ടുകാരുടെ സഹകരണത്തോടെ പണം കണ്ടെത്തി 50 സെന്റ് സ്ഥലം വാങ്ങിച്ചു. AC ജോസ് MP ആയിരുന്ന കാലത്ത് പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നുള്ള പണം ഉപയോഗിച്ച് 2 മുറി കെട്ടിടം പണിതു. പിന്നീട് ഈ കെട്ടിടത്തോട് ചേർന്ന് വരാന്ത കൂട്ടിച്ചേർത്തത് മാത്രമാണ് വികസനം. കിടത്തി ചികിത്സയ്ക്കുള്ള കെട്ടിടം പണിയുന്നതിന് സ്ഥലമുണ്ടെങ്കിലും സർക്കാരിൽ നിന്ന് യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ച് കിടത്തി ചികിത്സ തുടങ്ങണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. ദിനംപ്രതി 80ഓളം രോഗികളാണ് ഇവിടെ ചികിത്സ തേടിയെത്തുന്നത്. കിടത്തി ചികിത്സയ്ക്ക് സൗകര്യമില്ലാത്തതിനാൽ പ്രാഥമിക ശുശ്രൂഷ മാത്രം നൽകി രോഗികളെ മടക്കി അയക്കുകയാണ് പതിവെന്ന് ആശുപത്രി ജീവനക്കാർ പറയുന്നു. രോഗികൾ ശരിക്കും വരുന്നുണ്ട്, ആൾക്കാർ ശരിക്കും വരുന്നുണ്ട്. ദൂരേന്ന് വരെ എല്ലാം വണ്ടി വിളിച്ച് അവിടെ വരുന്ന ആൾക്കാർ. പിന്നെ കിടത്തി ചികിത്സയുണ്ടെങ്കിൽ ശരിക്കും ആൾ വന്നോളൂ. ഇവിടെ വരുന്നവരെല്ലാം പോയിച്ച് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും വരും. കിടത്തി ചികിത്സയുണ്ടെങ്കിൽ ശരിക്കും ആളിനെ കിട്ടും. മരുന്ന് ഇഷ്ടം പോലെ ഉണ്ട്, പഞ്ചായത്തിൽ നിന്നും എല്ലാം മരുന്നെല്ലാം ഇഷ്ടം പോലെ ഉണ്ട്, സ്റ്റാഫും എല്ലാം ഉണ്ട്. സിറ്റി ന്യൂസ് റാന്നി. റാന്നി താലൂക്കിൽ SSLC പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷയ്ക്ക് ഇരുത്തി വിജയം നേടിയ സ്കൂളിന് റാന്നി സെൻട്രൽ സോഷ്യൽ സർവീസ് സൊസൈറ്റി അവാർഡ് നൽകി ആദരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് പ്രസിഡന്റ് പ്രസാദ് കടവുഴയുമായി ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ 9446915025. റാന്നി പൂഴിക്കുന്ന് ബഥാനിയ ഹോസ്പിറ്റൽ ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ പൂഴിക്കുന്ന് ജംഗ്ഷന് സമീപം MDLP സ്കൂളിൽ വെച്ച് പരുമല സെന്റ് ഗ്രിഗോറിയോസ് കാർഡിയോ വാസ്കുലർ സെന്ററിന്റെ നേതൃത്വത്തിൽ നാളെ രാവിലെ 9:30 മുതൽ 1 മണി വരെ ഹൃദ്രോഗ നിർണയ ക്യാമ്പ് നടത്തും. ക്യാമ്പിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഫെറ്റൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സജി ഫിലിപ്പിന്റെ സേവനം ലഭ്യമാണ്. ആംഗ്ലിക്കൻ ചർച്ച് തിരുവിതാംകൂർ കൊച്ചിൻ ഭദ്രാസനത്തിന്റെ 13ാമത് ബിഷപ്പ് റവറൻ നോബിൾ ഫിലിപ്പ് അമ്പലവേലിന്റെ 1ാമത് മെത്രാഭിഷേക വാർഷികം ഞായറാഴ്ച നടക്കും. റാന്നി മോതിരവയൽ സെന്റ് പോൾസ് ആംഗ്ലിക്കൻ ചർച്ചിൽ വെച്ച് 10:30 നടക്കുന്ന സമ്മേളനം രാജു എബ്രഹാം MLA ഉദ്ഘാടനം ചെയ്യും. ഫാദർ സാംജി കളീക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും. 11:30 തിരുമേനിക്ക് സ്വീകരണം നൽകും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ 1ാം വർഷം നീണ്ടു നിൽക്കുന്ന പദ്ധതിക്ക് തിരുമേനി തുടക്കം കുറിക്കുമെന്ന് വികാരി റവറൻ സുഗു തടത്തിൽ അറിയിച്ചു. ഇടവേള. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്ഷ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ വലിയ പാലത്തിന് സമീപം റാന്നി. ഫോൺ 04735 225237 9447000237 9447765036.
വാർത്തകൾ തുടരുന്നു. എരുമേലി ഗ്രാമപഞ്ചായത്തിൽ ആയുർവേദ ആശുപത്രി കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ കെട്ടിടം അനാഥമായി കിടന്ന് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണ്. ഈ കെട്ടിടത്തിൽ വൈദ്യുതി, വാട്ടർ കണക്ഷൻ ലഭിക്കുന്നതിനായി അപേക്ഷ നൽകിയിട്ടുണ്ടെന്ന ഗ്രാമപഞ്ചായത്തിന്റെ വാദം കളവാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഒരു റിപ്പോർട്ടിലേക്ക്. എരുമേലി പഞ്ചായത്തിലെ ആയുർവേദ ആശുപത്രിക്ക് വേണ്ടി കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച കെട്ടിടത്തിൽ വൈദ്യുതി, വാട്ടർ കണക്ഷനു വേണ്ടി വകുപ്പ് തലത്തിൽ അപേക്ഷ നൽകിയിട്ടുണ്ടെന്ന കാഞ്ഞിരപ്പള്ളി ലീഗൽ സർവീസ് അദാലത്ത് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചെന്നുള്ള രേഖകൾ കഴിഞ്ഞ ദിവസം TV ചാനൽ പുറത്തുവിട്ടിരുന്നു. എരുമേലി പ്രപ്പോസ് സ്വദേശിയായ കുന്നുംപുറത്ത് ഷാനവാസ് ഖാൻ സമർപ്പിച്ച വിവരാവകാശ രേഖയ്ക്ക് മറുപടിയായിട്ടാണ് വൈദ്യുതി, വാട്ടർ അതോറിറ്റികൾക്ക് എരുമേലി ഗ്രാമപഞ്ചായത്ത് നാളിതുവരെ അപേക്ഷ നൽകിയിട്ടില്ലെന്ന് വ്യക്തമായത്. എന്നാൽ കാഞ്ഞിരപ്പള്ളി ലീഗൽ സർവീസ് കോടതിയിൽ അന്നത്തെ പഞ്ചായത്ത് സെക്രട്ടറി നൽകിയ സത്യവാങ്മൂലത്തിലാണ് എരുമേലി വൈദ്യുതി ഓഫീസിലും പൊൻകുന്നം വാട്ടർ അതോറിറ്റി ഓഫീസിലും അപേക്ഷ നൽകിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിക്കുവാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറായിട്ടില്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ തൽക്കാലം പ്രതികരിക്കുന്നില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത സന്തോഷ് അറിയിച്ചു. 2008 എരുമേലിയിൽ പുതിയ ആയുർവേദ ആശുപത്രി കെട്ടിടം നിർമ്മിച്ചത്. എന്നാൽ വൈദ്യുതി, വാട്ടർ കണക്ഷനുകൾ ഇല്ലാത്തതിനാൽ നാളിതുവരെ ആശുപത്രി പ്രവർത്തിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും എരുമേലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത്. ആയുർവേദ ആശുപത്രിക്ക് വേണ്ടി നിർമ്മിച്ച കെട്ടിടം ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണ്. റാന്നി ക്രിസ്തോസ് മർത്തോമ യുവജന സഖ്യത്തിന്റെ സപ്തതി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം 27-ാം തീയതി ഞായറാഴ്ച രാവിലെ 8 മണിക്ക് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ബോംബെ ഭദ്രാസനാധിപൻ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്യും. കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ P. സുരേഷ് മുഖ്യാതിഥിയായിരിക്കും. റാന്നി ഹോളി ട്രിനിറ്റ് ആശ്രമത്തിലെ 36-ാം പുതുഞായറാഴ്ച പെരുന്നാൾ ഏപ്രിൽ 26, 27 തീയതികളിൽ ആശ്രമ ചാപ്പലിൽ നടത്തും. ഫാദർ KT മാത്യൂസ് റമ്പാൻ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. പ്രദക്ഷിണം, ധൂവപ്രാർത്ഥന, ആശീർവാദം, നേർച്ച വിളമ്പ് എന്നിവ പെരുന്നാളിന്റെ ഭാഗമായി നടക്കും. നിര്യാതനായി റിട്ടയർഡ് ONGC എഞ്ചിനീയർ ചെമ്പൻമുഖം വെട്ടിമല വീട്ടിൽ VT വർഗീസ് നിര്യാതനായി. 79 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട് നടക്കും. അച്ചാമ്മ വർഗീസ്, കുഞ്ഞുഞ്ഞമ്മയാണ് ഭാര്യ. സോളി, ഡെയ്സി, ബെന്നി എന്നിവർ മക്കളും ബിജു, ആനന്ദ് എന്നിവർ മരുമക്കളുമാണ്. റാന്നി കുളമടയിൽ പരേതനായ CP ഇക്കോച്ചന്റെ ഇടുക്കള ഭാര്യ തങ്കമ്മ ഇക്കോച്ചൻ നിര്യാതയായി. 80 വയസ്സായിരുന്നു. സംസ്കാരം 26-ാം തീയതി ശനിയാഴ്ച 3 മണിക്ക് റാന്നി സെന്റ് തോമസ് വലിയ പള്ളിയിൽ. പരേത ഇരവിപേരൂർ കല്ലൻകുന്നിൽ കുടുംബാംഗമാണ്. ആലീസ്, തമ്പി, റോസമ്മ, സണ്ണി, ജൈനമ്മ, റെജി, സജി, മോൻസി പഴവങ്ങാടി പഞ്ചായത്ത് അംഗം എന്നിവർ മക്കളും. കുഞ്ഞുമോൻ, ലീലാമ്മ, മണി, ലിസി, രാജു, ജാൻസി, ബിനു, ഷിബി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലൈസൻസ് പുതുക്കണമെന്ന ബാർ ഉടമകളുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. മദ്യലഭ്യത കുറയ്ക്കാനുള്ള സർക്കാരിന്റെ ശ്രമം പ്രശംസനീയമെന്നും കോടതി. നിലവാരമില്ലാത്തതിന്റെ പേരിൽ ബാറുകൾ അടച്ചുപൂട്ടിയതിൽ പത്തനംതിട്ടയിൽ 2500 പേർക്ക് തൊഴിൽ നഷ്ടം. മോട്ടോർ വാഹനങ്ങളുടെ നികുതി വർദ്ധിപ്പിച്ചത് വാഹന ഉടമകൾക്കും തൊഴിലാളികൾക്കും കനത്ത ആഘാതമാകുന്നു. പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള റാന്നി അങ്ങാടി ആയുർവേദ ആശുപത്രി പ്രതിസന്ധിയിൽ. കിടത്തി ചികിത്സ വേണമെന്നുള്ള ആവശ്യം ശക്തമാകുന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.